നമ്മളിപ്പോ സ്നോ ലാൻഡിൽ വന്ന് തണുത്ത് വിറച്ച് ഇത്രയും വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. തണുത്ത് വിറച്ച് ഐസ്കട്ടായി പോയി. എനിക്ക് ഇവിടുന്ന് ഒരു അടി അനങ്ങാൻ പറ്റുന്നില്ല. തണുത്ത് എന്റെ ലിപ്സ്റ്റിക്ക് പോയി. ഹലോ, ട്രിവാൻഡ്രം മാൾ ഓഫ് ട്രാവങ്കിളിലോട്ട് വിട്ടാലോ? നമുക്കൊന്ന് ചില്ലടിച്ചിട്ട് വന്നാൽ അല്ലേ? സെക്കൻഡ് ഫ്ലോറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെ നമുക്ക് ചില്ലടിക്കാൻ പറ്റും. അതുപോലെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് 550 ആണ് അഡൾട്ട്സ്. കിഡ്സിന് വരുന്നത്, അതായത് ഒരു മീഡിയം റേഞ്ച് വരുന്ന അവർക്ക് വരുന്നത് 450യും പിന്നെ കുഞ്ഞു പിള്ളേർ ഒരു 4 ഫീറ്റിന് താഴെയുള്ളവർക്ക് വരുന്നത് ഫ്രീ ആണ്. അവിടെ അവർ തന്നെയാണ് നമുക്ക് ജാക്കറ്റും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കണ്ടേ? അതെ, നമ്മൾ ജീൻസ് പാൻറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നന്നായിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അവർ നമുക്ക് എല്ലാ സാധനമൊക്കെ തരും. പക്ഷേ ആദ്യം പിള്ളേരായാലും നമ്മളായാലും വേണ്ട 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 ഇതിനൊന്നും, ഈ തണുപ്പൊന്നും നമ്മളെ കൊണ്ട് ഒന്നും ആവത്തില്ല എന്നൊരു കോൺസെപ്റ്റ് നമുക്കുണ്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല മച്ചാന്മാരെ, എല്ലാം തന്നതെല്ലാം അതുപോലെ ഇടണം. കാരണം ഷോക്സ് ആയാലും ഗ്ലൗസ് ആയാലും തലയിൽ കൂടെ ഇടുന്ന ആ ജാക്കറ്റിൻ്റെ കവറിങ് ആയാലും പ്രോപ്പറായിട്ട് ഇട്ടിരിക്കണം. ഈവൻ ജാക്കറ്റ് വില ചെറുതാണെങ്കിൽ ചോദിച്ച് വലുത് തന്നെ വാങ്ങിച്ചിട്ടിട്ട് പോവുക. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോലം. നമ്മളിങ്ങനെ കയറാൻ പോവുകയാണ്. ആദ്യം ഒന്നും നെക്കൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം നമ്മളെല്ലാം സെറ്റായി ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് കയറുമായിരുന്നു. എൻ്റെ അമ്മയെ, ഒന്നും പറയാനില്ല. സൂപ്പർ. ആദ്യം ഒക്കെ ഭയങ്കര ത്രില്ലടിച്ച് നിന്നു. പതിയെ പതിയെ തണുപ്പ് കയറി വന്നു. പിള്ളേർക്കും ഭയങ്കര എൻജോയ് ചെയ്ത് ഐസിൽ വാരി കളിക്കുക. അതായത് ഒരു മണാലി പോയ ഫീല് തന്നെയായിരുന്നു അവിടെ. സെയിം ഐസ് ക്യൂബ് കൊണ്ടുള്ള സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ സ്ലൈഡിങ് പോലത്തെയൊക്കെ ഉണ്ട്. കുട്ടികൾ ഇഷ്ടപ്പെടും. ബട്ട് എങ്ങാനും ഷൂവോ എന്തെങ്കിലും ഇളകിപ്പോയി കഴിഞ്ഞാലേ പിന്നെ തണുപ്പ് അങ്ങോട്ട് കാലിലോട്ട് കയറി കഴിഞ്ഞാൽ മരവിക്കും. ഇതായിരുന്നു അവസ്ഥ. കുറേ കഴിയുമ്പം വിശക്ക് വല്ലതും ചെയ്യുവാണെങ്കിൽ കഴിക്കാനായിട്ട് അവിടെ ഒന്നുമില്ല. ഒരു ടീയും ഉണ്ട്, കോഫിയുണ്ട്. ടീ വരുന്നത് 40 റുപ്പീസും കോഫി 50 റുപ്പീസുമാണ് വരുന്നത്. പിന്നെ കുറച്ചൊന്ന് കെയർ ചെയ്തോണേ. ആ സൈഡിലൊക്കെ സ്ലിപ്പറി ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് വീണായിരുന്നു, ആരോടും പറയണ്ട. അതായത് നമ്മളിങ്ങനെ സൈഡിലോട്ട് ഒതുങ്ങിയ വല്ല നിൽക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് സ്ലിപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ എന്തുവാ, സ്നാക്സൊക്കെ വല്ലതും കൈ വെച്ചേക്കണേ, അല്ലെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കാനായിരിക്കുമൊക്കെ പോകുന്നത്, നടക്കത്തില്ല. ആ തണുപ്പ് നമ്മളെ അനുവദിക്കത്തില്ല. ആ ഇഗ്ലൂലൊക്കെ കയറി രക്ഷപ്പെടാനൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. തണുപ്പ് അപാര തണുപ്പായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർബായിരുന്നു. മസ്റ്റ് ഗോ. പോയി എൻജോയ് ചെയ്യുക, ഡാൻസ് കളിക്കുക, പാട്ടും കൂട്ടുമായിട്ട് അവിടെ പൊളിയാണ്.